ഇത് കണ്ടോ, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളൊക്കെ പീല് ചെയ്ത് പോകണോ? ചുളിവുകളൊക്കെ ഇല്ലാതാക്കാനും സ്കിന്നിൻ്റെ ടാന് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിൻ നിറം വെപ്പിക്കണോ? ഇപ്പം കൈകളുടെയും കാലുകളുടെയും ഫേസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുഖത്തെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങളുടെ സ്കിൻ പീല് ചെയ്ത് മാറ്റും. എന്താണെന്ന് പറയാം, വീഡിയോയിലേക്ക് പോകാം. ഇപ്പം എന്നെപ്പോലെ തന്നെ ഈ ഒരു പ്രശ്നം നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മുഖത്തിനൊരു കളറ്, കൈക്ക് വേറെ കളറ്, ബോഡിക്ക് വേറൊരു കളറ്. എന്നെ അലട്ടിയ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കൈക്ക് വേറൊരു കളറാണ്, എൻ്റെ ഫേസ് സ്കിന്നും ബോഡി സ്കിന്നും നല്ല കളറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെയധികം സങ്കടപ്പെട്ട്. എല്ലാവരും ചോദിക്കുകയോ മുഖത്തിന് കളറുണ്ട്, കൈക്ക് എന്താ കളറില്ലാത്തതെന്ന്. ടാനാണ് എന്നെ കൂടുതലും എൻ്റെ കൈകളിൽ അടിച്ച് സ്കിന്നൊക്കെ നശിച്ചു പോയത്. അപ്പം ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ടാനൊക്കെ മാറ്റി ഇതേ രീതിയിൽ നിറം വെപ്പിക്കാൻ എനിക്ക് സാധിച്ച ഒരു ക്രീമുണ്ട്. ഈ ഒരു ക്രീം ഞാൻ നൈറ്റ് ഇട്ടിട്ട് കിടക്കും. എൻ്റെ കൈക്ക് നല്ല രീതിയിൽ ചുളിവൊക്കെ വന്നായിരുന്നു. ഞാൻ അധികം സ്കിന്നിനെ ഒന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ല. എൻ്റെ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ ആയാൽ തന്നെയും എനിക്ക് എൻ്റെ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈകളും കാലുകളൊന്നും അധികം ശ്രദ്ധിക്കില്ല. ഫേസ് മാത്രമായിട്ടാണ് കൂടുതലും ശ്രദ്ധ കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന്, അതായത് എൻ്റെ കൈകളുടെ സ്കിൻ നല്ല യൗവനത്തോടുകൂടിയും നല്ല തിളക്കത്തോടുകൂടിയും എനിക്ക് നിർത്താൻ സാധിച്ചു. കാരണം സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് എന്നെപ്പോലുമാണ് അത്ഭുതപ്പെടുത്തിയത്. എന്തായാലും ഞാൻ നിങ്ങളിൽ കൂടെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ പരമായിട്ട് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ചുമ്മാതാണെന്ന് പറഞ്ഞ് തെള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ്. കൈക്ക് ഇതുപോലെ മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കൈയുടെ ആ ഒരു ചുളിവൊക്കെ മാറ്റി നല്ല ഇതുണ്ട് ഇതേ രീതിയിലാക്കാൻ എനിക്ക് സാധിച്ചു. എന്താണ് സംഭവം എന്ന് പറയാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടണേ. നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കൈകൾക്കും കാലുകൾക്കും ചുളിവും നിറക്കുറവും ഒക്കെ. അതെല്ലാം മാറ്റി കൈകളുടെയും കാലുകളുടെയും ചർമ്മം നല്ല തിളക്കത്തോടുകൂടിയും നല്ല യൗവനത്തോടുകൂടിയും നിർത്താൻ സാധിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്തായാലും സമയം കളയണ്ട, നമുക്ക് ആ ഒരു കാര്യം തയ്യാറാക്കാം. എനിക്ക് 100% റിസൾട്ട് കിട്ടിയത്. ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിന് ഇതൊരു ക്രീമാണ്. ഇത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ക്രീം ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ കാണാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. ചുളിവുകൾ ഇല്ലാതാക്കി നിറം വെപ്പിക്കാൻ ഫേസിനും കൈകൾക്കും ഒരേപോലെ സാധിക്കുന്ന ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യമേ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ എന്നിവ ഇല്ലാതാക്കി സ്കിന്നിന് നല്ല തിളക്കം വെപ്പിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അലവേറ ജെല്ല് ചേർത്തു. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുണ്ടാവുന്ന ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനും ചുളിവ് ഇല്ലാതാക്കാനും ഒക്കെ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് വാസലിൻ. അതായത് നമ്മുടെ വാസലിൻ ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ഒരു 10 തുള്ളിയോളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ, നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് ചേർക്കുന്നത്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാനും ഗ്ലിസറിൻ നിന്ന് സാധിക്കും. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കി കഴിയുമ്പോൾ ഒരു ക്രീമി പരുവത്തിലായി മാറും. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. 1-2 ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അലർജി ആണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വിറ്റാമിൻ ക്യാപ്സൂൾ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കണം. അതിനുശേഷം ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ആൽമണ്ടിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കി ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും.
ഇനി നമുക്കിത് ഫേസിലേക്കാണോ കൈകളിലാണോ ചുളിവുള്ളത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ലൈവ് ചേഞ്ചസ് ഫേസിലിട്ടിട്ടാണ് കാണിക്കുന്നത്. ഇട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ നിങ്ങളെ കൈകളിലും മസാജ് നോർമൽ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടുള്ളൂ. അങ്ങനെ മസാജ് മുഖത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കൈകൾക്ക് ഒരു നോർമൽ മസാജ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അവിടുത്തെ സെല്ലുകൾ ഓപ്പൺ ആവുകയും അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം അകത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്രീം നൈറ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ഫേസിലിട്ടിട്ട് ഒരു 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കാം. എന്തായാലും 3 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്താലോ. അങ്ങനെ 3 മിനിറ്റിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. ഇട്ടപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? എന്തായാലും 3 മിനിറ്റിന് ശേഷം തുടയ്ക്കുമ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസും കണ്ടോ? നിങ്ങൾ നോർമൽ വാട്ടറിലാണ് രാവിലെ കഴുകേണ്ടത്. ഇപ്പോൾ റിസൾട്ട് കാണിക്കാനാണ് ഞാൻ തുടച്ച് കാണിച്ചത്. നോർമൽ വാട്ടറിൽ കഴിയാൽ മതി, സോപ്പൊന്നും ഉപയോഗിക്കല്ലേ. നല്ല റിസൾട്ടാണ്. കണ്ടല്ലോ, ക്രീം തയ്യാറാക്കിയതൊക്കെ കണ്ടോ? 100% റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മം നല്ല തിളക്കത്തോടുകൂടിയും നല്ല യൗവനത്തോടുകൂടിയും നിർത്താൻ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും. ഇനി നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും ഒരു ചുളിവും വരാതെ നിർത്താൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. കൂട്ടുകാരെ, എന്തായാലും ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഉറപ്പായിട്ടും വന്ന് പറയണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കണ്ടാലോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.